ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് ഇടാനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും വേപ്പിലയും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർക്കണം. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരല്പം കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം.